എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അപ്രൂവൽ നൽകിയിട്ടുള്ള വിവിധ നഴ്സിംഗ്, അതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ്, അതുപോലെ തന്നെ ഓക്സിലറി നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ .org എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വർഷത്തെ ഈ ഒരു നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തായാലും കേരളത്തിന് അകത്തായാലും നിങ്ങൾ അഡ്മിഷൻ നേടുന്ന കോളേജിന് ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ലാബ് സൗകര്യം, അതുപോലെ തന്നെ ക്യാമ്പസ് സൗകര്യം എന്നിങ്ങനെയൊക്കെയുള്ള, അതുപോലെ കോളേജിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയൊക്കെ പരിശോധിച്ച്, അതായത് നഴ്സിംഗ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച ശേഷമാണ് ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ വിവിധ കോളേജുകൾക്ക് അപ്രൂവൽ നൽകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു 2024-25 അധ്യയന വർഷത്തേക്കുള്ള വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുക, അതായത് ഏതൊക്കെ കോളേജുകൾക്കാണ് അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത്, അതുപോലെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിന് അപ്രൂവൽ ഉണ്ടോ, അതുപോലെ തന്നെ അവിടെ എത്ര സീറ്റിലേക്ക് അഡ്മിഷൻ നടത്താനാണ് അപ്രൂവൽ നൽകിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ .org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലായിട്ട് ഇതുപോലെ 3 ലൈൻസ് കാണാൻ സാധിക്കും. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം 3 ലൈൻസ് കാണാം. ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലിസ്റ്റ് ഓഫ് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, അതായത് ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫറിംഗ് വേരിയസ് പ്രോഗ്രാം ഇൻസ്പെക്റ്റഡ് അണ്ടർ സെക്ഷൻ 13 and 14 ഓഫ് INC ആക്ട് ഫൗണ്ട് സ്യൂട്ടബിൾ ഫോർ ദ അക്കാദമിക് ഇയർ 2024-25. അപ്പോൾ ഇത് ജൂലൈ 15 പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 2024-25 അധ്യയന വർഷത്തേക്ക് ഉള്ള വിവിധ നഴ്സിംഗ് സ്കൂളുകൾ, അതുപോലെ തന്നെ നഴ്സിംഗ് കോളേജുകൾ എന്നിവയിൽ ഇൻസ്പെക്ട് നടത്തിയിട്ട് അനുമതി നൽകിയിട്ടുള്ള കോളേജുകളുടെയും അതുപോലെ GNM സ്കൂളുകളുടെയും ലിസ്റ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു PDF നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു PDFിൽ നൽകിയിട്ടുള്ളത് ഏതൊക്കെ കോളേജുകൾക്ക്, അതുപോലെ ഏതൊക്കെ ജനറൽ ANM സ്കൂളുകളിലേക്ക്, അതായത് ജനറൽ നഴ്സിംഗ് സ്കൂളുകളിലേക്ക് ഈ ഒരു അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഏകദേശം കുറേ പേജ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതായത് 253 പേജ് ഉണ്ട്. അതുപോലെ തന്നെ 11 കൂടുതൽ MB സൈസും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫയലിൽ കറക്റ്റായിട്ട് ഈ ഒരു PDFിൽ ഏതൊക്കെ കോളേജുകൾക്കാണ് ഈ ഒരു അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ വിവിധ നഴ്സിംഗ് സ്കൂളുകൾ, അതുപോലെ തന്നെ നഴ്സിംഗ് കോളേജുകൾ എന്നിവയുടെ ലിസ്റ്റാണിത്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ജനറൽ നഴ്സിംഗ് ആണോ അല്ലെങ്കിൽ ഏത് കോഴ്സിലേക്കാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് അനുമതി ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു PDF. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നെയിം ആൻഡ് അഡ്രസ്സ്, അതുപോലെ തന്നെ ട്രസ്റ്റിൻ്റെ കീഴിലാണെങ്കിൽ ട്രസ്റ്റിൻ്റെ നെയിം, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് നെയിം, അതുപോലെ തന്നെ സെക്ടർ ഏത് പ്രൈവറ്റ് ആണോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആണോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രോഗ്രാം ഏത് കോഴ്സാണ്, ജനറൽ നഴ്സിംഗ് ആണോ അല്ലെങ്കിൽ BSc നഴ്സിംഗ് ആണോ, അതുപോലെ ആനുവൽ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ എത്ര സീറ്റിലേക്ക് അവർക്ക് അഡ്മിഷൻ നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു കോളേജിൽ, അത് കോളേജല്ല, അത് നഴ്സിംഗ് സ്കൂളാണ്. അപ്പോൾ നഴ്സിംഗ് സ്കൂളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഇത് പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ജനറൽ നഴ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ BSc നഴ്സിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ ജനറൽ നഴ്സിംഗിന് 60 സീറ്റാണ്, 60 സീറ്റിലേക്കാണ് അഡ്മിഷൻ നടത്താനായിട്ട് അനുമതി കൊടുത്തിട്ടുള്ളത്. അതുപോലെ BSc നഴ്സിംഗ് ആണെങ്കിൽ 40 സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതേസമയം മറ്റൊരു കോളേജല്ല മറ്റൊരു നഴ്സിംഗ് കോളേജ് നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് പ്രൈവറ്റ് ആണ്. BSc നഴ്സിംഗ് കോഴ്സ് ആണെങ്കിലും 60 സീറ്റിലേക്ക് അഡ്മിഷൻ നടത്താനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചില കോളേജ് നോക്കുന്ന സമയത്ത് ഇവിടെ BSc നഴ്സിംഗിന് 100 സീറ്റിലേക്ക് പ്രവേശനം നടത്താനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. അത് ഓരോ കോളേജിലെയും സൗകര്യം അനുസരിച്ചിട്ടാണ് അവിടെ അത്രയും സീറ്റിലേക്ക് പ്രവേശനത്തിനായിട്ട് അനുമതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ നേടുന്നത്, അതുപോലെ തന്നെ എത്രാമതായിട്ടാണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കാരണം ചില കോളേജുകൾ ഏകദേശം അവർക്ക് നൽകിയുള്ള അനുമതിയിൽ ഇത്ര എണ്ണം വിദ്യാർത്ഥികളെ മാത്രമേ അവിടെ പ്രവേശനം നൽകാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അതിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകാറുണ്ട്. അങ്ങനെ അഡ്മിഷൻ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അതായത് ആനുവൽ ഇൻടേക്കിൽ കൂടുതലാണ് നിങ്ങൾ, അതായത് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ നൽകിയിട്ടുള്ളത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു നഴ്സിംഗ് സ്കൂളിൽ 40 വിദ്യാർത്ഥികളെയാണ് BSc നഴ്സിംഗിലേക്ക് പ്രവേശനം നൽകാനുള്ള അനുമതി ഉള്ളത്. അതേസമയം നിങ്ങളെ അവിടെ പോയിട്ട് 41-ാമതോ 42-ാമതോ ആയിട്ട് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ
സർട്ടിഫിക്കറ്റ് കിട്ടുന്നതല്ല. ഈ ഒരു നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു നഴ്സിംഗ് സ്കൂൾ നിങ്ങളിപ്പോൾ കേരളത്തിന് പുറത്താലും അകത്താലും അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഇൻടേക്കിനുള്ളിലായിട്ടാണ് വരുന്നത്. അതായത് അവിടെ അഡ്മിഷൻ നൽകാനുള്ള അനുമതിയുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിനകത്തായിട്ടാണ് നിങ്ങൾ വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത് വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ലിസ്റ്റ് കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം 283 പേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു PDF വ്യൂവറിൽ നിങ്ങൾക്ക് സെർച്ച് ഐക്കൺ ഉണ്ടാകും. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഏത് നഴ്സിംഗ് സ്കൂളിലാണ് അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നത് അവിടെ ഉള്ള ആ ഒരു കോളേജിൻ്റെ അല്ലെങ്കിൽ നഴ്സിംഗ് സ്കൂളിൻ്റെ പേര് കറക്റ്റായിട്ട് സെർച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിൽ അവിടെ GNM ഉണ്ടാകും, അതുപോലെ തന്നെ BSc നഴ്സിംഗ് ഉണ്ടാകും. അപ്പോൾ ഓരോ കോഴ്സിലും എത്ര വിദ്യാർത്ഥികളെയാണ് അഡ്മിഷൻ നടത്താനായിട്ട് അനുമതി നൽകിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് പരിശോധിക്കുക. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കോളേജിൽ ചിലപ്പോൾ അപ്രൂവൽ ലഭിക്കാതെ വന്നേക്കാം. അപ്പോൾ എന്നാലും ചിലപ്പോൾ അവിടെ അതിൻ്റെ ആ ഒരു വെരിഫിക്കേഷൻ, അതായത് ഈ ഒരു INC ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന സമയത്ത് ആ ഒരു കോളേജിൽ അതിനായിട്ടുള്ള അടിസ്ഥാന സൗകര്യം ഇല്ലാത്തത് കാരണമായിരിക്കാം ആ ഒരു രീതിയിൽ അവിടെ അപ്രൂവൽ ലഭിക്കാതെ പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും നിങ്ങൾ കറക്റ്റായിട്ട് ഏത് ജില്ലയിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു നഴ്സിംഗ് സ്കൂൾ അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജ് ഉള്ളത്, അപ്പോൾ അത് കറക്റ്റായിട്ട് സെർച്ച് ചെയ്ത് അതിൽ ആ ഒരു കോളേജിൽ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ചെക്ക് ചെയ്യുക. അപ്പോൾ ഏകദേശം ഇത് 266 പേജാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു PDF വ്യൂവറിലൂടെ നിങ്ങൾ സെർച്ച് ചെയ്ത് ഏത് കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ അല്ലെങ്കിൽ സ്കൂളിലാണ് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് അപ്രൂവൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അപ്പോൾ ഈ ഒരു നഴ്സിംഗ് അപ്രൂവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിന് പുറത്ത് അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും നിങ്ങൾക്ക് ഈ ഒരു ജോലി ചെയ്യണമെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ ആയിട്ടുള്ള, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കേരളത്തിന് പുറത്തായാലും ഇന്ത്യക്ക് പുറത്തായാലും നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് അഡ്മിഷൻ എടുക്കുന്ന കോളേജിൽ എത്ര വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകാൻ അനുമതിയുണ്ട്, നിങ്ങൾ എത്രാമതായിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഏകദേശം 11 MB ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.